നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജേഷ്, എന്തായാലും ഒരു സർക്കാർ വരുമെന്ന് ഉറപ്പായി. എന്തായാലും മുഖ്യമന്ത്രി ആരായാലും ഒരാൾ വരും. അപ്പോൾ ഈ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ചില കേസുകളിൽ കാണിച്ച അലംഭാവമൊക്കെ ഉണ്ട്. ആ അലംഭാവമൊക്കെ മാറ്റാനുള്ള ഒരു അവസരം എന്ന രീതിയിൽ ഒരുപക്ഷെ ഈ സർക്കാർ തീരുമാനമെടുക്കും. ഒന്ന് പ്രധാനപ്പെട്ടത് ശബരിമലയിലേക്കുള്ള അതിനു മുമ്പ് നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായി ഇപ്പോൾ CBI അന്വേഷണം എന്ന ഒരു ഘട്ടത്തിലേക്ക് പോലും പോയിട്ടുള്ള ഒരു കേസാണ് RDO നവീൻ ബാബു പോയി തിരിച്ചു വന്നതാണ്. അപ്പോൾ നവീൻ ബാബുവിൻ്റെ മരണം, അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ, ഒരു പുനരന്വേഷണത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. കാരണം 2024 ഒക്ടോബറിൽ കേരളം നടുങ്ങിയ ആ ഒരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് ഇതുവരെ ആരും കുടുംബത്തിന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസം ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലും അതൊരു കൊലപാതകമാണ്, അല്ലെങ്കിൽ ഒരു പ്രേരിപ്പിച്ചുകൊണ്ടുള്ളൊരു കൊലപാതകം തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല പ്രേരണ പോലുമല്ല, ആത്മഹത്യാ പ്രേരണയല്ല, യഥാർത്ഥത്തിൽ ഒരു കൊലപാതകമാണെന്ന് സംശയമുണ്ട്. ഒരുപാട് സാഹചര്യ തെളിവുകൾ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് സംശയങ്ങൾ, മൊഴികളൊക്കെ അന്ന് കേസ് അന്വേഷിക്കുന്ന പോലീസിന് കിട്ടിയെങ്കിലും പക്ഷേ കുടുംബത്തിന് നീതി കിട്ടിയിട്ടില്ല. കുടുംബത്തിന് നീതി കിട്ടുക എന്നതിനപ്പുറം ഒരു ഇടത് സർക്കാർ, ഇടത് അനുഭവമുള്ള ഒരു കടുത്ത അടിയുറച്ച് CPM വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിനെ അതെ ആ കുടുംബത്തെ രക്തസാക്ഷിയാക്കി മാറ്റി. അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് അവർക്കേ അറിയാം. പക്ഷേ ഏറ്റവും ദുരൂഹമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർച്ചിൽ തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് ആ കുടുംബം നൽകിയ കേസ് അത് വാദം കേൾക്കാനായിട്ട് മാറ്റിയിരുന്നു. ആ കോടതി നിർണായകമായ വിധി മാർച്ചിൽ പുറപ്പെടുവിച്ചിരുന്നു. മെയ് 30-നകത്ത് PP ദിവ്യയുടെ ഔദ്യോഗിക ഫോൺ പരിശോധിച്ച് വിവരങ്ങൾ അറിയണം. കാരണം ദിവ്യയുടെ സ്വകാര്യ ഫോൺ മാത്രമാണ് ഈ പോലീസുകാർ പരിശോധിച്ചത്. ഔദ്യോഗിക ഫോൺ ഉണ്ട്, അതിലാണല്ലോ ഈ പ്രധാനമായിട്ടും നടക്കുന്നത്. ഈ ഔദ്യോഗിക ഫോൺ എവിടെയെന്ന് പോലും ഇവർ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ അതായത് അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന് തന്നെയല്ല. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന PP ദിവ്യ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം PP ദിവ്യക്ക് ജാമ്യം കിട്ടുമോ എന്നറിയാൻ PP ദിവ്യ എത്ര കാലം വെച്ചുകൊണ്ടിരുന്നു. ഒരു നിവൃത്തിയുമില്ലാതെ ഈ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിച്ചപ്പോഴാണ് അവസാനം PP ദിവ്യ കൊണ്ടുവന്ന് എത്ര രഹസ്യമായി മാധ്യമങ്ങൾക്ക് നൽകാതെ, മാധ്യമങ്ങളെ കാണിക്കാതെ, പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യാതെ മറ്റു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അതൊക്കെ നമ്മൾ കണ്ടതാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ട മാർഗങ്ങളൊക്കെ നോക്കിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുമ്പോട്ട് പോയില്ല എന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ് അടക്കം വളരെ ശക്തമായിട്ട് PP ദിവ്യക്കെതിരെ ഈ കുടുംബത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ്. പക്ഷെ ആദ്യ ഘട്ടത്തിൽ നിന്നെങ്കിലും എനിക്ക് തോന്നുന്നു പാർട്ടി സെക്രട്ടറി അവിടെ വന്നു പോയ ശേഷം ഇവർക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു പക്ഷേ എൻ്റെ ഒരു സംശയം, അന്ന് ഈ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അവരോടൊപ്പം നിന്നു എന്നുള്ളത് തന്ത്രപരമായ ഒരു തീരുമാനത്തിന്റെ കൂടി ഭാഗമായിരുന്നിരിക്കണം. കാരണം മറ്റുള്ളവരുടെ മുമ്പിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ ഒന്നും പറയാതെ ഡെഡ് ബോഡി അടക്കം ചെയ്യും വരെ റീപോസ്റ്റ്മോർട്ടത്തിനുള്ള സാധ്യത പോലും കൊടുക്കാതെ ആ ഡെഡ് ബോഡി അടക്കം വരെ, പ്രത്യേകിച്ച് സാധാരണഗതി അത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ ഡെഡ് ബോഡി ഒരുപക്ഷെ സംസ്കരിക്കുന്നത് അത് കരിയിച്ച് കളയുകയായിരുന്നു. സാധാരണഗതിയിൽ അത് എന്തെങ്കിലും കല്ലറയിൽ അടക്കുകയൊക്കെ ചെയ്താൽ വീണ്ടും റീപോസ്റ്റ്മോർട്ടത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുവരെ ഒരാളും പിരിഞ്ഞു പോകാതെ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് പറഞ്ഞ ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ഭാര്യയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തി. ഭാര്യ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ അവർക്ക് അങ്ങനെ കൃത്യമായി നിൽക്കാനും കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ അതെ, എന്നിട്ടും അവർ കോടതിയിലേക്ക് പോയ സാഹചര്യമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ സത്യത്തിൽ ആ കുടുംബത്തെ വഞ്ചിക്കായിരുന്നു എന്ന കാര്യത്തിൽ രണ്ട് പെൺകുട്ടികൾ തങ്ങളുടെ അച്ഛൻ ഈ നവീൻ ബാബു എന്ത് തെറ്റിയിട്ടാണ്? സത്യത്തിൽ അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന്, ഒരാൾ മരിക്കുന്നതിനും അപ്പുറത്തേക്ക് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം മരിക്കേണ്ടി വരുന്ന സാഹചര്യം അദ്ദേഹത്തിന് മുന്നിലേക്ക് അഴിമതി ആരോപണം നടത്തുക എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മരണത്തിൽ പോലും അദ്ദേഹത്തിന് ഒരു അഴിമതിക്കാരനെ ശരി, താൻ യാത്ര ചടങ്ങാണ്, അയാൾ അങ്ങ് പോവുകയാണ്. അതെ, അയാൾ റിട്ടയർമെന്റിന്റെ ആ സമയമായതിനാൽ അവസാന വർഷം തന്റെ സ്വദേശമായ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം വാങ്ങി പോവുകയാണ്. അയാളങ്ങ് പോയി തൊലയട്ടെ എന്ന് വിചാരിച്ചില്ല. ധാർഷ്ട്യം. അതായത് ഇത് പുറത്തു വരുമെന്ന്, എന്തെങ്കിലും ഇതൊക്കെ പുറത്തു വരുമെന്ന് ഒരു പക്ഷേ ഇവർ ഭയന്നിരിക്കണം. കാരണം പെട്രോൾ പമ്പ് ആരുടേതാണ്? പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാൾ പെട്രോൾ പമ്പിന് കൊണ്ടുവന്ന് 2 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു. പ്രശാന്തന്റെ സോഴ്സ് എന്താണ്? പ്രശാന്തൻ എങ്ങനെയാണ് ഇത്രയും പണം ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്തത്? ഇതിൽ ബിനാമി ആരാണ്? ആരുടെ ബിനാമിയാണ് പ്രശാന്തൻ? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അന്വേഷിക്കാതെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അഴിമതി കാണിക്കാൻ കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ
വേട്ടയാടാനുള്ള അത് ശ്രമമായിരുന്നു നോക്കൂ, എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. രാത്രി ഇദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് ട്രെയിൻ കയറാനായിട്ട് തന്റെ ഓഫീസിലെ ജീപ്പിൽ കയറുന്നു, പകുതി വഴി വെച്ച് ഇറങ്ങിയിട്ട് പകുതി വഴിക്ക് ഇറങ്ങി അല്ലേ പോകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഒരാള് പോകും. അതുവരെ അദ്ദേഹത്തിന് മാനസിക വിഷമവുമില്ല. എന്നാൽ അത് കഴിഞ്ഞിട്ട് വിഷമം ഉണ്ടാകും. ശരി, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകണമെങ്കിൽ പിന്നെ ഞാൻ പോയി എന്റെ ഈ വീട്ടിൽ പോയി. സത്യത്തിൽ ഈ പറഞ്ഞ ഒരു കാര്യത്തിന് ന്യായീകരണമില്ല. കാരണം ഒരാൾ മരിച്ചു എന്ന് ബോധ്യം വന്ന ആദ്യ സമയത്ത് തന്നെ അത് ആത്മഹത്യയാണ് എന്നങ്ങ് പറഞ്ഞു പരത്തുകയായിരുന്നു. അതിലേക്കൊരു അന്വേഷണം പോയിട്ട് പോലുമില്ല. ആ വീട് തുറന്നു കിടക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഏതായാലും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരാൾ വീട് തുറന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്നുണ്ടായി. അതെ, പോലീസ് എത്തിയത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. അവർക്ക് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ കയ്യിൽ സാങ്കേതിക ഇല്ലെങ്കിൽ സിബിക്ക് റെഫർ ചെയ്യാൻ വീട്ടുകാരെത്തുന്നതിന് മുമ്പ് തന്നെ ഡെഡ് ബോഡി മാറ്റി പോസ്റ്റ്മോർട്ടം ചെയ്ത് വീട്ടുകാരെ അവിടെ നിന്ന് പത്തനംതിട്ടയിൽ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഡെഡ് ബോഡിയുമായി തിരിച്ചു. ഒരുപാട് ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് ആദ്യം മുതൽ തന്നെ എല്ലാവരും പറഞ്ഞതാണ്. സിബിഐ കൊണ്ട് അന്ന് അന്വേഷിപ്പിക്കാൻ വരുന്നില്ല. അന്നത്തെ ഇടത് സർക്കാരിന് അവരെ കൈ നനഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ കയ്യിൽ എപ്പോഴും സർക്കാർ വേണ്ട എന്ന വാദത്തിൽ തന്നെയായിരുന്നു. കോടതിയിൽ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹർജി വന്നപ്പോഴും യഥാർത്ഥത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്, ആ അന്വേഷണം ശരിയായ ദിശയിലാണ്, അതുകൊണ്ട് CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നായിരുന്നു. ഇപ്പോൾ രണ്ട് രീതിയിൽ CBI അന്വേഷണം നടത്താൻ കഴിയുള്ളൂ. സാധാരണ പോലെ CBIക്ക് നേരിട്ട് ഏറ്റെടുക്കാൻ കഴിയില്ല. ഒന്നുകിൽ സ്റ്റേറ്റ് റെഫർ ചെയ്യണം, അല്ലെങ്കിൽ കോടതി പറയണം. ഈ രണ്ട് കാര്യമുണ്ടെങ്കിൽ പിന്നെ CBI സമ്മതിക്കുകയും വേണം. എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് റെഫർ ചെയ്യാൻ മടിച്ചാലും നമ്മുടെ പുതിയ സർക്കാർ റെഫർ ചെയ്യാൻ സർക്കാരിന് ചെയ്യാതെ അതെ അവർ മടിച്ചാലും തലശ്ശേരി കോടതിയിൽ നിന്നുള്ളൊരു വിധി ഈ മെയ് 30 അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മാസം തന്നെ അതിലൊരു തീരുമാനമുണ്ടാകും. കോടതി ജൂൺ മാസം ആദ്യം ഈ കോടതി ഇതിന്റെ അന്തിമ വിധി മിക്കവാറും ഈ കുടുംബം നൽകിയ പരാതിയിൽ തലശ്ശേരി സെഷൻസ് കോടതി പുറപ്പെടുവിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഹൈക്കോടതിയിലേക്ക് കേസ് പോകാനും അത് ഒരു CBI അന്വേഷണത്തിലേക്ക് പോകാനും കുടുംബത്തിന് അവകാശമുണ്ട്. അവർക്ക് അങ്ങനെയാണെങ്കിൽ CPM പ്രതിക്കൂട്ടിൽ തന്നെയാവുന്ന കാര്യത്തിൽ സംശയം. മറ്റൊരു പ്രധാനപ്പെട്ട കേസ് നമുക്ക് രണ്ടും കൂടി ചേർത്ത് പറയാം. ഈ സർക്കാർ വന്നാൽ മറ്റ് അന്വേഷിക്കേണ്ടതായ അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണം കൊണ്ടുപോകേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ ശബരിമലയെ ഒരു തരത്തിലും വലതുപക്ഷം മാറ്റിവെക്കരുത്. കാരണം ആദ്യഘട്ടത്തിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ശബരിമലയിലെ വിശ്വാസികൾ അല്ലെങ്കിൽ BJP സമരം ചെയ്തുവെങ്കിലും അത് ഗുണം ചെയ്തത് കോൺഗ്രസിനായി നമ്മൾ കണ്ടതാണ് ആ തെരഞ്ഞെടുപ്പിൽ. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാറണം, അതുകൊണ്ട് തന്നെ വലതുപക്ഷം വരണമെന്ന് ആഗ്രഹിച്ച ഒരു നല്ലൊരു ശതമാനം ഹിന്ദുക്കളുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിൽ ഈ ശബരിമല തീർച്ചയായും ഒരുപാട് അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അയ്യപ്പന്റെ സ്വർണം കട്ട് ഇവര് ഭരിക്കുന്നു, അല്ലെങ്കിൽ ഈ സ്വർണം കട്ട് അതെ സ്വർണം കട്ടവൻ ആരപ്പാന്ന് രാഹുൽ ഗാന്ധി വിളിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ആരാണെന്ന് കണ്ടെത്താനുള്ള ആർജവം നിങ്ങളുടെ സർക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് പുനരന്വേഷണം വേണം. മന്ത്രിമാരെ അടക്കമുള്ളവരെ അന്വേഷണ പരിധിയിൽ വരണം. ഏത് കാലഘട്ടത്തിലാണ് ശബരിമലയിൽ നിന്ന് സ്വർണം മോഷണം പോയത്, ആരാണ് അതിന്റെ പിന്നിൽ? ഒന്നോ രണ്ടോ പോറ്റിമാരിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദേവസ്വം ബോർഡ് അംഗങ്ങളിലോ മാത്രം കേന്ദ്രീകരിക്കപ്പെടേണ്ട ഒരു കേസല്ല ഇത്. ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഒരു അന്താരാഷ്ട്ര റാക്കറ്റ് ഉണ്ടെന്ന് ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ വരുമ്പോൾ തീർച്ചയായും ശബരിമലയും നവീൻ ബാബുവിന്റെ കേസും തീർച്ചയായിട്ടും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഈ രണ്ട് കേസും അന്വേഷണ വിധേയമാക്കി യഥാർത്ഥത്തിലുള്ള പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഈ സർക്കാർ പകുതി വിജയത്തിലായി എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്കാർ വന്നാൽ അതിനെ പറ്റിയ ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വം വരണമെന്ന് തന്നെയാണ്. ഒരുപക്ഷെ അവിടെയാണ് VD സതീശനേക്കാളിൽ KC വേണുഗോപാൽ വരണം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കാനുള്ള കാരണം. സത്യത്തിൽ എനിക്ക് VDയേക്കാൾ രമേശ്, മൂന്നുപേരെയും നമുക്ക് എന്റെ രാഷ്ട്രീയമായി യോജിക്കുന്ന ആൾക്കാരല്ല. പക്ഷേ എങ്കിലും നമ്മൾ കേരളത്തിൽ ഇവരെ ജയിപ്പിച്ചുവിട്ട ജനത്തിന് ഇപ്പോൾ ഒരു വിശ്വാസക്കുറവുണ്ട്. കാരണം അതുമല്ല, മുസ്ലിം ലീഗാണ് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയാക്കാനായിട്ട് കിടന്ന് സമ്മർദ്ദം ചെലുത്തുന്നത്. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദ ഫലമായിട്ട് VD സതീശൻ മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ അതേ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദ ഫലമായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കില്ല എന്ന് മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അടക്കം ഇവർ പൊളിച്ച് കാരണം ലീഗാകും. സതീശനാണ് മുഖ്യമന്ത്രി എങ്കിൽ ലീഗാകും ഭരണം നടത്തുന്നത്. ശബരിമല സീസണും ഇതൊക്കെ
എങ്കിൽ കോൺഗ്രസിനേക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാകും. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിലം തൊടാനുള്ള സാധ്യതയില്ല. കാരണം അങ്ങനെ വന്നാൽ തീർച്ചയായും അത് BJPക്ക് ഗുണം ചെയ്യും. ന്യൂനപക്ഷ ഏകീകരണം കൊണ്ട് ഭൂരിപക്ഷ ഏകീകരണം സാധ്യമാകും. അതിന് 5 വർഷം എടുക്കും. അതെ, തീർച്ചയായും. 5 വർഷം ജനം സഹിക്കണമെന്നാണ്. പക്ഷെ 5 വർഷത്തിനിടയിൽ എന്തൊക്കെ സഹിക്കണമെന്നാണ്. 5 അല്ല, 1 വർഷം ആയിക്കോട്ടെ. ഈ സർക്കാർ നിലനിൽക്കുന്നത് 1 വർഷമാണെങ്കിൽ പോലും ഈ 1 വർഷവും നമ്മുടെ ശബരിമല അടക്കമുള്ള വിഷയങ്ങളിലെ അവിടെ ആ വിഷയം അതിൽ 2 നേതൃത്വങ്ങൾക്കും പങ്കുണ്ട് കേട്ടോ. ഇടത് വലത് മുന്നണിക്ക് ഈ മുസ്ലിം പ്രീണനത്തിൽ വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രം ചെലുത്തിയാൽ എന്ത് കാര്യവും സാധിക്കാമെന്ന രീതിയിലേക്ക് വരും. സത്യത്തിൽ കോൺഗ്രസ് ഒരു തരത്തിലും ആ ഒരു സംവിധാനത്തിന് അടിമപ്പെടരുത് എന്നുള്ളതാണ്. നിങ്ങൾ ആരെ തീരുമാനിച്ചോ, KCയെ തീരുമാനിച്ചെങ്കിൽ KCയെ തന്നെ ആക്കണം. ഇവിടെ റോഡിലൊക്കെ നടന്ന് റോഡിൽ ശയനപ്രദക്ഷിണം, ഇന്നലെ എന്തൊക്കെയോ കണ്ടു, ഏതൊക്കെയോ സമരങ്ങൾ ശയനപ്രദക്ഷിണം. മുസ്ലിം ലീഗ് പറയുന്നു, പാണക്കാട് യോഗം വിളിക്കുന്നു. അവിടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ സമ്മർദ്ദ തലമായിട്ട് പാണക്കാട് അല്പസമയത്തിനകം രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകും, ഇവിടെ യോഗം വിളിക്കുന്നു. അതിലൊന്നും ഒരു കാര്യമില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് ആണ്, മുസ്ലിം ലീഗ് മാത്രം നൽകിയ മാൻഡേറ്റ് അല്ല, മുസ്ലിങ്ങൾ മാത്രം നൽകിയ മാൻഡേറ്റ് അല്ല. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മതവും വർഗവും ഒക്കെ പറയുന്നത് മനസ്സിലാക്കുന്നു നമുക്ക്. പക്ഷേ ഇത് ഒരു സംസ്ഥാനത്ത് ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ അങ്ങനെ അത്തരത്തിലുള്ള പ്രീണനങ്ങൾ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുകയും ഭരണഘടനാനുസൃതമായി MLA മാർ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള, എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കാണണം എന്നുള്ളത് തന്നെയാണ്. നാളെയോ മറ്റന്നാളോ പുതിയ സർക്കാർ വന്നാൽ ഉടനെ അടുത്ത മുഖ്യനാരെന്ന് പറഞ്ഞാൽ ഉടനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് സത്യപ്രതിജ്ഞ ഉണ്ടാകും. സത്യപ്രതിജ്ഞ മിക്കവാറും നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്ത് പന്തൽ കെട്ടിയാകും. അവിടെ മുഖ്യമന്ത്രി ആരായാലും മൂന്നിലൊരാൾ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും. പിന്നെ ഘടകകക്ഷി മന്ത്രിമാർ ഓരോരുത്തരായി സത്യപ്രതിജ്ഞ ചെയ്യും. ഇതിനൊപ്പം ലീഗിന്റെ 5 മന്ത്രിമാർ. അതാണ് അപ്രമാദിത്വം എന്ന് പറയുന്നത്. കാരണം മുഖ്യമന്ത്രി ഒരാളുടെ കോൺഗ്രസിൽ നിന്നും വരുന്നുള്ളൂ. പക്ഷെ ലീഗിന്റെ 5 പേരും സത്യപ്രതിജ്ഞ ചെയ്ത് എത്രയും വേഗം, മണിക്കൂറുകൾ പോലും അവർക്ക് കാത്തിരിക്കാൻ പറ്റില്ല. അവർക്ക് ദിവസങ്ങളോളമോ മന്ത്രിമാരെ പ്രഖ്യാപിക്കാനുള്ള അവകാശമൊന്നുമില്ല. അപ്പോൾ മന്ത്രിയാകണം, അതാണ് അവരുടെ. കാരണം ആദ്യമേ മന്ത്രിയായി ആദ്യമേ വകുപ്പുകളെല്ലാം വാങ്ങിച്ച് അതാണ് അവരുടെ ലക്ഷ്യം. നോക്കിക്കോളൂ, നമ്മൾ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ഇതാകും ആ പാറ്റേൺ. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരെ അടക്കം പ്ലസ് ഉപമുഖ്യമന്ത്രി സ്ഥാനവും പിന്നെ കോൺഗ്രസിനുള്ളിലെ മുസ്ലിം MLA മാർക്കുള്ള പ്രാതിനിധ്യം, ക്രൈസ്തവ സമുദായങ്ങളുടെ ന്യൂനപക്ഷ ഇപ്പൊ ഈ 140 MLA മാരിൽ ഏതാണ്ട് 71 പേർ ഇപ്പൊ ന്യൂനപക്ഷങ്ങളാണെന്നാണ്. ഇതെല്ലാം വീതം വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഘടകകക്ഷി മന്ത്രിമാരുണ്ടല്ലോ, CP ജോൺ അടക്കം, ഷിബു ബേബി ജോൺ അടക്കം, ഇവർക്കെല്ലാം പകുതിയായിരിക്കും കാലാവധി. 2.5 വർഷം. അതാണ് ഇനി വരാൻ പോകുന്നത്. അല്ലാതെ ഇവരാരും ഫുൾ ടൈം, ഘടകകക്ഷികൾ ഫുൾ ടൈം മന്ത്രിമാരാകാനുള്ള അതിന് പറയാനുള്ള അവര് പറയുന്ന ന്യായം, LDF സർക്കാരിന്റെ കാലത്ത് ഒറ്റ MLA ഉള്ള KB ഗണേഷ് കുമാറിനും മറ്റേ 2 MLA മാത്യു തോമസിനും ഒക്കെ മന്ത്രിസ്ഥാനം കൊടുത്തിരുന്നു. എന്നിട്ട് പോലും അങ്ങനെ കൊടുത്തിട്ട് പോലും അവർ കൃത്യമായിട്ട് ജയിച്ചു വരാനുള്ളൊരു മാൻഡേറ്റ് ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഇനി ഘടകകക്ഷികൾക്കും ഇങ്ങനെ കൊടുത്താൽ മതി. കാരണം ലീഗിന് വാരിക്കൊരു കൊടുക്കും, 5 പ്ലസ് ഉപമുഖ്യമന്ത്രി സ്ഥാനം. ഇവിടെ വരുമ്പോൾ ഇവരെല്ലാം ഇനി 2.5 വർഷം ഇങ്ങനെ ഭരിച്ച് 2.5 വർഷം കഴിയുമ്പോൾ ഒരു ഘടകകക്ഷി ഇറങ്ങി കൊടുക്കുന്നു. KB ഗണേഷ് കുമാറും ആന്റണി രാജുവും. എന്നിട്ട് മറ്റേ കൃഷ്ണൻകുട്ടിയും മാത്യു തോമസും. ഇപ്പൊ KB ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് B ആണ്, ആന്റണി രാജു മറ്റൊരു ഘടകകക്ഷിയാണ്. ആന്റണി രാജുവിന്റെ ഘടകകക്ഷി ജനാധിപത്യ കോൺഗ്രസ് മാറിക്കൊടുത്തിട്ടാണ് കേരള കോൺഗ്രസ് B മന്ത്രിയാകുന്നത്. അപ്പൊ അതേ കീഴ്വഴക്കം ഈ മന്ത്രിസഭയിലും ഉണ്ടാകാൻ പോവുകയാണ്. വളരെ മുസ്ലിം ലീഗിന് 5 വർഷവും അങ്ങനെ തന്നെ ഉണ്ടാകും. ഇത് ജനങ്ങൾക്കിടയിൽ ഈ മുന്നണി സർക്കാരിനോട് തന്നെ ഒരു വിശ്വാസം ഇല്ലാതാക്കുന്നൊരു നടപടിയാണ്. കാരണം മന്ത്രിമാരെ ഈ ഉടുപ്പ് ഷർട്ട് മാറുന്നത് പോലെ മന്ത്രിമാരെ മാറ്റുക എന്ന് വെച്ചാൽ അവര് മുഖ്യമന്ത്രി മാറിക്കൂടി, മാറ്റമല്ലോ. പക്ഷെ അതിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ശരിയാണ്. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അടിയന്തരമായി ഒരുപക്ഷെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിക്കേണ്ട 2 പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പറഞ്ഞപ്പെടുന്ന ശബരിമലയും സ്വർണ്ണക്കൊള്ളയും നവീൻ ബാബുവിന്റെ കൊലപാതകവും. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയത്തിലെത്തിയെന്ന് പറയാൻ തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുപോലെ തന്നെ അന്വേഷണം വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുൻ മന്ത്രിമാരടക്കമുള്ളവർ പ്രതിസ്ഥാനത്ത് ആകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കേസിൽ ദേവസ്വം ബോർഡിനെ പോലും കൃത്യമായി എത്തിയിട്ടില്ല. ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങളിലേക്ക് പോലും എത്താതെ പ്രശാന്തിനെയൊക്കെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ടാണ് മുൻ വിജിലൻസ് കമ്മീഷണർ അടക്കം
ഇവരടക്കം ജയിലിൽ കിടന്നപ്പോൾ പ്രശാന്തിനെ അടക്കം സംരക്ഷിച്ചു എൻ വാസു അടക്കം ജുഡീഷ്യൽ പദവിയിലുണ്ടായിരുന്ന എൻ വാസു അടക്കം പല ടൈമാണ് ജയിലിൽ കിടന്നത് അല്ലേ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവിക ജാമ്യം കിട്ടിയ ഒരു അതും കുറ്റപത്രം കൊടുക്കാതിരുന്ന ജാമ്യം നൽകിപ്പിച്ചതാണ് എന്ന് പറയാം. അതിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ പലവട്ടം ചോദ്യം ചെയ്തു, പ്രശാന്തിനെ ചോദ്യം ചെയ്തു, ഇവരെ ആരെയും അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുകയായിരുന്നു. ഏതായാലും ഇനി അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് വേണം കോൺഗ്രസ് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് പറയാനുള്ളത്.